ആരും ഇതിന്റെ മുകളിൽ ചവിട്ടറേ. പണിക്കാരിപ്പം പണിയും കഴിഞ്ഞ് പോയി കാണും. ഞാക്കെന്താ കണ്ണു കാണൂലേ? ഞാളെ ചവിട്ടൊന്നുമില്ല. എങ്ങോട്ടേക്കാ മൂന്നെണ്ണം കൂടി പോന്നേ? നമ്മള് കളിക്കാൻ പോന്നാ? പുറത്തു പോയിട്ടൊന്നും കളിക്കണ്ട, ഇവിടുന്ന് കളിക്കാൻ പറ്റുന്ന കളി കളിച്ചാ മതി. ഞാള് പോവും. എല്ലാരും ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നുണ്ടല്ലോ. നമ്മളെ എവിടെ പോവാൻ അച്ഛമ്മ സമ്മതിക്കും? എടാ അങ്ങോട്ടൊന്നും പോണ്ട, അങ്ങെല്ലാം ഫുള്ളും നായ്ക്കളെ കടി കിട്ടൂ. ആള് പോവും. പാടാ വാ പോലെ വിദേശ. ഈ പിള്ളേർക്ക് ഞാൻ പറഞ്ഞിട്ട് യാതൊരു അനുസരണയില്ലാലോ. ഡാ എന്റെ പപ്പ വരട്ടെ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും, നോയിക്കോ. പപ്പ എന്താടാ? പപ്പ ഞാള് കുളത്ത് കുളിക്കാൻ പോയിക്കോട്ടെ. കുളിക്കാനാ? കുളത്തിലാ? കുളത്തിലൊന്നും പോണ്ട, ഇവിടുന്ന് കുളിച്ചാ പോരെ? പപ്പ കുളത്തിൽ കുളിക്കാൻ പോയ നീന്തലെങ്കും പഠിക്കാലോ, ഇവിടുന്ന് കുളിച്ചാൽ അത് പറ്റൂലല്ലോ. ഓ, അപ്പൊ കുളിക്കാനല്ല നീന്തം പഠിക്കാനാ പോന്നല്ലേ? പപ്പ പീടിയല്ലേ പ്രദീപേട്ടനോ അച്ചു ആദു എല്ലാരും പോകുന്നുണ്ട്. അതിന് ഒരിക്കലും നീന്തലറിയാ? നിങ്ങക്ക് നീന്തൽ അറിയാവാ? അത് പഠിക്കാനല്ലേ പോന്നേ. പിന്നെ എനക്കും ബില്ലക്കൂ പ്രദീപേട്ടൻ നീന്തം പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. പ്രദീപേട്ടൻ അങ്ങനെ പലതും പറയൂ. 10-12 പിള്ളേർ ഒരുമിച്ച് കുളത്ത് കുളിക്കാൻ പോയാല് 5 ഒരുമിച്ച് മുങ്ങിപ്പോയാല് പ്രദീപേട്ടൻ ഒറ്റയ്ക്ക് എന്താക്കാനാ? 5-6 ആൾക്കാർ ഒരുമിച്ചല്ലേ മുങ്ങിപ്പോന്നു. ഈ പപ്പ ഒരു പ്രദീപേട്ടൻ വന്നിക്ക് അത് കണ്ടിട്ട് നിങ്ങളെല്ലാം തുള്ളുന്നല്ലേ? പപ്പ നമ്മളിങ്ങനെ ഏടിയും വിടാതെ അടച്ചു പൂട്ടി വളർത്തിക്കോ. ഓലെല്ലാടിയും പോകുന്നുണ്ട്. അവസാനം നമ്മൾ മടല് പോലത്തെ പിള്ളേരായി പോകും. അറിഞ്ഞില്ല എന്ന് വേണ്ട. എന്നാ പോയിക്കോ. പ്രദീപേട്ടൻ കൂടെ ഉണ്ടാവും ഉറപ്പല്ലേ? പപ്പ പ്രദീപേട്ടൻ ഉണ്ടാവും. പ്രദീപേട്ടൻ ഇല്ലാണ്ട് ആരും പോയില്ല. വെള്ളത്തിൽ നിന്ന് പിള്ളേരായിട്ട് കച്ചറൊന്നും ഉണ്ടാക്കരുത്. പിന്നെ പോകുമ്പോ 2 കൊട്ടത്തേങ്ങ എടുത്തോ, അല്ലെങ്കിൽ 3-4 കുപ്പി മിനറൽ വാട്ടറിന്റെ ബോട്ടിലില്ലേ, മറ്റേ കാലിക്കുപ്പി, അതിവിടെ കയറി കെട്ടിയിട്ട് വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി കേട്ടാ. കാവിലെ കുളത്തിൽ ഒരുപാട് വെള്ളമുള്ളതാ. താങ്ക് യു പപ്പ. താങ്ക് യു പപ്പ. താങ്ക് യു പപ്പ. പിള്ളേരെ സന്തോഷം നോക്ക്. എന്തെന്നമ്മേ? അല്ലടാ സുമേഷ്, കുട്ടികളെ കുളത്ത് പോയി കുളിക്കാൻ സമ്മതിച്ചാ? ആമ്മേ, പ്രദീപേട്ടൻ കൂടി ഉണ്ടാവുമല്ലോ. പിന്നെ നടത്തം മാത്രം പഠിച്ചാ പോരല്ലോ കുട്ടികള്, നീന്തലും പഠിക്കണ്ടേ? പണ്ട് നമ്മളെ രാഘവമാഷ 2 മക്കളും കുളത്തില് മുങ്ങി മുങ്ങി മുങ്ങി. അമ്മേ വേണ്ട 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 അമ്മ, അങ്ങനെയൊന്നും എന്നോട് പറയല്ല. എനിക്ക് അങ്ങനത്തെ ഒന്നും കേൾക്കാൻ വയ്യ. കേൾക്കുന്നുണ്ടടാ, അവരെല്ലാം കുളത്തിൽ മുങ്ങി മരിച്ചതാ.
കേട്ടില്ല? നീന്തലും പഠിക്കണ്ട, ഒരു ഒലക്കാൻ പഠിക്കണ്ട. ആ സമയം കൊണ്ട് രണ്ടീഷം പഠിക്കാൻ നോക്ക്. ഒരു ഒലക്കല്ല നീന്തൽ പഠിത്തോ. ഇപ്പൊ എന്തായി? നിങ്ങൾക്ക് ആർക്കും എന്നെ ഒരു വിലയുമില്ല, ഞാൻ പറഞ്ഞ അനുസരിക്കുകയില്ല. എന്റെ കൂടെ ഞാൻ കളിക്കാൻ നിൽക്കണ്ട, കേട്ടിക്കാ? കൊല്ലം